സ്ഥാനമുണ്ട്, ഇന്ന മഹത്വമുണ്ട് എന്ന് ഹദീസിൽ വരുമ്പോ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ജമാഅത്ത് ഒഴിവാക്കിയ പുണ്യം നഷ്ടപ്പെടുമെന്നല്ലേ ഉള്ളൂ എന്ന നിലക്ക് നിസ്സാരമായി നമ്മൾ ആ വിഷയത്തെ കാണുവാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ജമാഅത്ത് നമസ്കാരത്തിന് പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ഒരാൾ പള്ളിയിലേക്ക് പോവുകയാണ്, അത് രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ, എങ്ങനെയാണെങ്കിലും ശരി, പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഓരോ പോക്കിനും അല്ലാഹു ഒരു സൽക്കാരം നാളെ സ്വർഗത്തിൽ ഒരുക്കി വെക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുക, പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അല്ലാഹു തആല അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു സൽക്കാരം ഒരുമിച്ച് കൂട്ടുന്നു. അത് ഓരോ പോക്കിനുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 40-ഉം 50-ഉം ആയുസ്സുകളിൽ പള്ളികളിലേക്കുള്ള നടത്തം നമ്മൾ ആലോചിക്കും. അത് ഓരോ നടത്തത്തിനും ഓരോ പോക്കിനും ഓരോ വരവിനും നമുക്കൊരു സൽക്കാരം അല്ലാഹു തആല സ്വർഗത്തിൽ ഉണ്ടാക്കി വെക്കുന്നു എങ്കിലും നമ്മുടെ നടത്തം ഏറ്റവും കൂടുതൽ ഏതിനു വേണ്ടിയായിരുന്നു? ദുനിയാവിനോ അതോ പരലോകത്തിനോ? പള്ളിയിലേക്കോ അതോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ? ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് ചിലപ്പോൾ ഒരു തവണ പോകാണ്ടാവുള്ളൂ, ഒറ്റ തവണ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ പോകാണ്ടാവുള്ളൂ. പക്ഷെ പള്ളിയിലേക്കോ ഒരു ദിവസം 5 തവണ പോകാനുണ്ട്. എന്നിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ പോയത് എങ്ങോട്ടാ? നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ആ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് നഖലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തുകളിലേക്ക്, പള്ളികളിലേക്ക് കാൽപാദങ്ങൾ വർദ്ധിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം, മൻ തതഹറ ഫീ ബൈതിഹി, വീട്ടിൽ നിന്ന് വുളു എടുക്കുകയാണ് ഒരുത്തൻ. ആ മര്യാദ കൂടി പഠിക്കാം. യഥാർത്ഥമായ രീതി, വീട്ടിൽ നിന്ന് സൗകര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് വരലാണ്. അല്ല അപ്പൊ സമീപത്തുള്ള കടകളിലോ മറ്റോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രയാസമായിരിക്കാം, നിർബന്ധവുമില്ല. അതല്ലാതെ വെള്ളം കിട്ടാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ അവിടെ നിന്ന് വുളു എടുത്തുകൊണ്ട് പുറത്തേക്ക് വരണം. മൻ തതഹറ ഫീ ബൈതിഹി, തന്റെ വീട്ടിൽ ഒരുത്തൻ വുളു എടുക്കുകയാണ്. സുമ്മ മലാ ഇലാ ബൈത്തിൻ മിൻ ബയൂത്തില്ലാ, ശേഷം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് പോവുകയാണ്. ബുയൂത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അള്ളാഹിന്റെ വീടുകൾ, അതായത് പള്ളി. എന്തിനാ പോകുന്നത്? ലിയഖ്ലിയ ഫരീളതൻ മിൻ ഫറായിദില്ലാ, അല്ലാഹ് നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ ഒന്ന് നിർവഹിക്കാൻ, അതായത് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ. എങ്കിൽ കാനത്ത് ഖുതുവാതുഹു, അവന്റെ കാൽപ്പാടുകൾ, ഒരു കാല് വെക്കുക, ഓരോ വെക്കലും ഒരു തിന്മ അങ്ങോട്ട് മായ്ച്ചു കളയും. ഒരു കാല് നമ്മൾ എടുത്ത് മുന്നോട്ട് വെച്ചാൽ അതിന്റെ ഭാഗമായി ഒരു തിന്മ മായ്ച്ചു കളഞ്ഞു. അടുത്ത കാല് വെച്ചാലോ അവന്റെ ഒരു പദവി, ഒരു സ്ഥാനം അല്ലാഹു തആല ഉയർത്തുകയാണ്. എങ്കിൽ നമ്മുടെ എത്ര പാപങ്ങൾ മായ്ക്കപ്പെട്ടു, എത്ര തിന്മകൾ മായ്ക്കപ്പെട്ടു, എത്ര പദവികൾ ഉയർത്തപ്പെട്ടു. അല്ലാഹു കാരുണ്യവാനാണ്, അതിന്റെ ഭാഗമാണത്. അല്ല, ഈ 40 വയസ്സുവരെ പള്ളിയിലേക്കോ നടത്തം കുറവാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ എത്ര പുണ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എത്ര പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള കാരണങ്ങൾ നമ്മൾ തടുത്ത് പിന്നെ നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ജീവിതത്തെക്കുറിച്ച് ഒരു ആത്മീയ വിചിന്തനം എല്ലാവർക്കും എപ്പോഴും വേണം, എപ്പോഴും ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ഒരു സഹോദരി 28 വയസ്സ് സിസേറിയൻ പിന്നെ മരണപ്പെട്ടു പോയി. 28 വയസ്സേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക സഹോദരിക്ക് വേണ്ടി. അല്ലാഹു തആല അവർക്ക് തക്കതായ പ്രതിഫലം നാളെ പരലോകത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസം പഠിപ്പിച്ചത്, ഒരു സ്ത്രീ ഗർഭാവസ്ഥയിൽ മരണപ്പെട്ടാൽ ആ കുഞ്ഞ് തന്റെ പൊക്കിൾ കൊടിയോടുകൂടി ആ സ്ത്രീയെ നാളെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്നാണ്. ആ മഹത്തായ അനുഗ്രഹത്തിനും അല്ലാഹു തആല ആ സഹോദരിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം, അതൊക്കെ ഞാൻ എല്ലാ ഖുതുബയിലും ഞാൻ പറയാറുണ്ട്, ഏത് നിമിഷം അവസാനിക്കാം. ഏറ്റവും വലിയ ബുദ്ധിമാൻ തന്റെ അടുത്ത നിമിഷങ്ങളിൽ എനിക്ക് റബ്ബിന്റെ കാരുണ്യവും പ്രതിഫലവും കിട്ടാനുള്ള കർമ്മങ്ങൾ എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടാൻ, നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തപ്പെടാൻ, നമ്മുടെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടാൻ റബ്ബ് ചില നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതുപോലും സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു തരം അവസ്ഥയാണ് നമുക്ക് എങ്കിലും പിന്നെ ഞാനും നിങ്ങൾ ആലോചിക്കുക, പിന്നെ ഞാൻ എന്തിനു ജീവിക്കുന്നു, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചു, എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു, ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാ നിലക്കും ശരി. ഖബറിലേക്ക് വെച്ച ഉടനെ നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ട് അവിടുത്തെ തീജ്വാലയും പുകയും അവിടുത്തെ പ്രയാസവുമാണ് വരുന്നത് എങ്കിൽ എന്റെ 70 വർഷക്കാലത്തെ ദുനിയാവിലെ സന്തോഷം എന്തിനു വേണ്ടിയായിരുന്നു? അർത്ഥമില്ലാത്ത ജീവിതമായി പോവുകയാണ്. ഏത്? ഖബർ ജീവിതം, പിന്നെ പരലോക ജീവിതം, അവിടെയുള്ള നരകം. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മം എല്ലാം ചെയ്യാം.
നോക്കൂ, നിങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ബശ്ശിറു ബശ്ശിറു, സന്തോഷ വാർത്ത അറിയിക്കൂ. ആർക്ക്? അൽ മശായിന ഫിൽ ളുലമി ഇലൽ മസാജിദി, പള്ളികളിലേക്ക് ഇരുട്ടത്ത് പോകുന്ന ആളുകൾക്ക്. അതിന്റെ അർത്ഥം വെളിച്ചല്ലാണ്ട് പോകണം എന്നല്ല, പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത? ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരിപൂർണ്ണ വെളിച്ചം അല്ലാഹു കൊടുക്കും. പല കാര്യങ്ങളും പരലോകത്തെ ഇരുട്ടിന് കാരണമാണെന്ന് ഹദീസിൽ കാണാം. എന്നാൽ ഇവിടെ ഇരുട്ടത്താണെങ്കിലും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒരുത്തൻ ജമാഅത്തിന് പള്ളിയിൽ പോയാൽ ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് പരിപൂർണമായ പ്രകാശം അല്ലാഹു തആല നൽകുമെന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സുബൈ ജമാഅത്താണ്, അല്ലെങ്കിൽ ഇശാ ജമാഅത്ത്. ബാക്കിയുള്ളൊക്കെ എങ്ങനെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ഓരോരുത്തർ എത്തിച്ചേരും. സഹോദരന്മാർ, ഈ രണ്ട് നമസ്കാരം, ഇശാഇന്റെ ജമാഅത്തും സുബൈയുടെ ജമാഅത്തും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. എന്താണെന്നറിയോ? ഹദീസിൽ കാണാൻ വിശ്വാസം പറയാണ്, മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ, ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി വരെ നിന്ന് നമസ്കരിച്ച പ്രതിഫലമുണ്ട്. ഇത്രമാത്രം റഹ്മത്ത് റബ്ബ് തരുന്നത്. 5 മിനിറ്റ് നേരത്തെ അധ്വാനം കൊണ്ട്, 5 മിനിറ്റ് നേരത്തെ പ്രവർത്തനം കൊണ്ട് മണിക്കൂറുകളുടെ പ്രതിഫലം നൽകുന്ന റഹ്മാനായ തമ്പുരാൻ, അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ അള്ളാഹ്ക്കൊരു നഷ്ടമില്ല, അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. നഷ്ടം നമുക്കാണ്, ഖേദിക്കേണ്ടത് നമ്മളാണ്, ദുഃഖിക്കേണ്ടി വരിക നമ്മൾ തന്നെയായിരിക്കും. ഇതാണ് ഇശാ നമസ്കാര ജമാഅത്ത്. പിന്നെയോ വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, സുബൈ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ തീരാൻ നഷ്ടം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും പരലോകത്ത്. അതല്ലേ നമ്മൾ പലപ്പോഴും കേട്ട ഒരു ആയത്ത്, പടച്ച തമ്പുരാനെ റബ്ബിർജിഊൻ, എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടാ. എന്തിനാ? ലഅല്ലി അമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ വീഴ്ച വരുത്തിയ, ഞാൻ ഉപേക്ഷ വരുത്തിയ വിഷയങ്ങളിൽ പോയി നന്നായി വരട്ടെ. ഇനി ഞാൻ നമസ്കരിക്കാം, ഇനി ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കാം, ഇനി ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് പടച്ചവരോട് കേണ് പറയുമ്പോ അള്ളാഹ് പറഞ്ഞയക്കുമായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനല്ലല്ലോ. ഒരൊറ്റ ജീവിതം ഈ ലോകത്ത്, അതാകുന്നു അടിസ്ഥാനപരമായ പരീക്ഷണം. അതിൽ വിജയം നേടാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അതേപോലെ തന്നെ അല്ലാഹു തആലയുടെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവർ സംഗമിക്കുന്ന ജമാഅത്തുകളുണ്ട്, അസ്ർ ജമാഅത്തും സുബൈന്റെ ജമാഅത്തും. ഈ ജമാഅത്തുകൾ പങ്കെടുത്ത മലക്കുകളോട് അല്ലാഹ് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്? അവർ പറയും, യഖൂലൂൻ തറക്നാഹും വഹും യുസല്ലൂൻ, അല്ലാഹുവേ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, തിരിച്ചു പോരുമ്പോഴോ അപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ സാക്ഷി പറയുന്ന ജമാഅത്തുകളാണ് അസറും അതേപോലെ സുബഹയും. അപ്പൊ ഇത്തരം പ്രാധാന്യങ്ങളൊക്കെ ജമാഅത്ത് നമസ്കാരത്തിന് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ വീഴ്ച വരുത്തരുത് എന്ന് ആവർത്തിച്ചു ഉപദേശിക്കുകയാണ്. 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും തിന്മകൾ മായ്ക്കപ്പെടുവാനുമുള്ള പരിഹാര മാർഗങ്ങളായി 3 കാര്യങ്ങൾ. 1, പള്ളിയിലേക്കുള്ള ജമാഅത്ത് നടത്തം വർദ്ധിപ്പിക്കുക. അതോടൊപ്പം ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുക. അല്ലാഹു തആല ഇത്തരം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളായി 3 കാര്യങ്ങളിൽ 2 എണ്ണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 3-മതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ വുദൂഉ ഇൻദസ് സബുറാത്ത്, ഇസ്ബാഉൽ വുദൂഇ ഇൻദസ് സബുറാത്ത്. പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ ഉദു പരിപൂർണമായിട്ടെടുക്കുക.
ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും നിലക്കുള്ള അസ്വസ്ഥതകൾ വന്നാൽ അവിടെ ഒപ്പിച്ച് ഉളു എടുത്ത് പോകാറുണ്ട്. ചിലപ്പോൾ കൈമുട്ട് വരെ നനയേണ്ട പോലെ നനഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുഖം കഴുകേണ്ട പ്രകാരം മുഴുവനായും കഴുകിയിട്ടില്ല, കാലിൻ്റെ മടമ്പ് ഭാഗം നനയേണ്ടതുപോലെ നനഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കമാലിയത്ത്, പൂർണ്ണത ഇല്ലാത്ത ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ വുളൂഇൽ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ ധൃതി മുഖേന സംഭവിക്കും, ചിലപ്പോൾ അശ്രദ്ധ മുഖേന സംഭവിക്കും, ചിലപ്പോൾ അറിവില്ലായ്മ മുഖേനയും സംഭവിക്കാറുണ്ട്. ഒരു വ്യക്തി പരിപൂർണമായ നിലക്ക് വുളു എടുത്താൽ അതിന്റെ പ്രതിഫലം അതിമഹത്തരമാണ്. ഓരോ പാപങ്ങളും ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമെന്ന. പക്ഷെ ഹദീസിൽ വന്ന പദം എന്താണ്? ഇസ്ബാഹുൽ വുളു. വുളു എടുക്കാന്നല്ല, ഒന്ന് പൂർണ്ണമായിട്ട് എടുക്കുക. സബുറാത്തിന്റെ രംഗങ്ങളിൽ നിന്ന്, സബുറാത്തിന് ചില പണ്ഡിതന്മാരെ കൊടുത്ത വിശദീകരണം ഷദീദുൽ ബറൂദത്ത് എന്ന് കാണാം, ശക്തമായ തണുപ്പ്. വല്ലാണ്ട് തണുപ്പുണ്ടാവുമ്പോൾ പിന്നെ പതുക്കെ ഒപ്പിക്കലാണ്. മുഖം കഴുകാനും പ്രയാസം, വായിലേക്ക് വെള്ളാക്കാനും പ്രയാസം, കൈ കഴുകാനും പ്രയാസം. അപ്പോൾ പതുക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യല? അങ്ങനെയൊന്നുമല്ല. എന്ത് പ്രയാസമുണ്ടെങ്കിലും പരിപൂർണമാക്കി നിർവഹിച്ചാൽ ഹദീസുൽ കാണാം. ഒരു ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞ്, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖത്വായ, മനുഷ്യന്റെ തിന്മകൾ മായ്ച്ചു കളയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു അതേ വേണം. രണ്ട് കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചു. മൂന്നാമത്തേത് എന്താണ്? ഹദീസിൽ കാണാം ഇസ്ബാഹുൽ വുളൂഇ അലൽ മക്കാരിഹി, വെറുപ്പുള്ള പ്രയാസമുള്ള ബുദ്ധിമുട്ടിന്റെ രംഗങ്ങളിലും വുളൂ പരിപൂർണമായി എടുക്കൽ. മറ്റൊരു ഹദീസിൽ കാണാം മൻ തവല്ലഅ, ഒരാൾ വുളൂ എടുക്കുകയാണ്, ഫഅഹ്സനൽ വുളൂഅ, ആ വുളൂവിനെ നന്നാക്കുകയാണ് എങ്കിൽ ഖറജത് ഖത്വായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, നഖത്തിന്റെ അടിയിൽ നിന്ന് പോലും. എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവൻ ചെയ്ത പാപങ്ങൾ, തിന്മകൾ, ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ ആ അവയവങ്ങൾ കഴുകുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് വെള്ളം ഇങ്ങനെ ഇറ്റിപ്പോകുമ്പോൾ പാപങ്ങളും ഇല്ലാതെയായി തീരും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ചില ആളുകൾ വുളു എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന, കൈ കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന, തല തടവുമ്പോൾ വേറൊരു പ്രാർത്ഥന, കാല് കഴുകുമ്പോൾ വേറൊരു പ്രാർത്ഥന. അത് സ്വഹീഹായ ഹദീസുകളിൽ വന്നതല്ല. അത് സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ട കാര്യവുമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നിർവഹിക്കാനും പാടില്ല. കാരണം ഇസ്ലാമിന്റെ ആചാരങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ മാത്രമേ പാടുള്ളൂ. എന്നാൽ വുളു എടുക്കുമ്പോൾ വെള്ളം മുഖത്ത് തട്ടുമ്പോൾ ആ മുഖത്തുള്ള പാപങ്ങൾ പോകുന്ന ഹദീസിലുണ്ട്. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തിന്മകൾ പോകുന്ന ഹദീസിലുണ്ട് എന്ന് കരുതി അവിടെ നമ്മൾ നമ്മുടെ വകയായി ഒരു പ്രാർത്ഥന കൊണ്ടുവരാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ അള്ളാഹുവും അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച രൂപത്തിലും പഠിപ്പിച്ച ഭാവത്തിലും മാത്രമേ പാടുള്ളൂ. നമ്മുടെ ഇഷ്ടപ്രകാരം രൂപമുണ്ടാക്കാനോ അത് രീതികൾ ഉണ്ടാക്കുവാനോ എണ്ണങ്ങൾ ഉണ്ടാക്കാനോ പാടില്ലാത്ത കാര്യമാണ്. അപ്പോ ഒരുത്തൻ മൻ തവല്ലഅ, വുളു എടുത്തു, അങ്ങനെ അവൻ വുളുവിനെ നന്നാക്കി എങ്കിൽ അവന്റെ നഖത്തിന്റെ അടിയിലൂടെ പോലുമുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു ഇല്ലാതെയാക്കി കളയും. മറ്റൊരു ഹദീസിൽ മൻ തവല്ലഅ, ആരെങ്കിലും വുളു എടുക്കുന്നു കമാ ഉമിറ, കൽപ്പിക്കപ്പെട്ട പോലെ. എന്താ അതിന്റെ അർത്ഥം? വാപ്പ വുളു എടുത്ത പോലെ എന്നല്ല, നാട്ടുകാർ വുളു എടുക്കുന്ന പോലെ എന്നല്ല, സംഘടനകൾ വുളു എടുക്കുന്ന പോലെ എന്നല്ല, മദ്ഹബുകൾ വുളു എടുക്കുന്ന പോലെ എന്നല്ല. കമാ ഉമിറ, കൽപ്പിക്കപ്പെട്ട പോലെ. ആരാ കൽപ്പിക്കുന്നവൻ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ചുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും വുളു എടുത്താൽ വസ്വല്ലാ കമാ ഉമിറ, ആ അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ച പോലെ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കപ്പെടും. മാ തഖദ്ദമ മിൻ അമൽ, അവന് കഴിഞ്ഞു പോയ പാപങ്ങൾ. അപ്പോൾ വുളു എന്ന് പറയുന്നത് പാപങ്ങൾ ഇല്ലാതെയാകുവാനുള്ള കാരണമാണ്. പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ വുളു എടുക്കുമ്പോൾ ആക്ഷേപം പറയല്ല, കുറ്റം പറയുകയല്ല, ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്നു പോകുന്ന ബിസ്മി പോലും ചില ആളുകൾ ചെല്ലാറില്ല. ഇത് മറന്നിട്ടാണോ അറിയാഞ്ഞിട്ടാണോ, അത് അത്യാവശ്യമാണെന്ന് അറിയാഞ്ഞിട്ടാണോ അറിയില്ല. വുളു എടുക്കുമ്പോൾ ബിസ്മി പോലും ചൊല്ലാതെ വിട്ടുകളയുന്ന ആളുകൾ ഹദീസിൽ കാണാം. ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, വുളു ഇല്ലാത്തവൻ നമസ്കാരമില്ല. വലാ വുളൂഅ ലിമൻ ലാ യദ്കുറു ഇസ്മല്ലാഹി അലൈഹി, ബിസ്മി ചൊല്ലാത്തവന് വുളൂഉം ഇല്ല. അത്രയ്ക്ക് ഗൗരവം വുളൂവിന്റെ വിഷയത്തിലുണ്ട്. ആ വുളൂഇന്റെ വിഷയത്തിൽ ബിസ്മിക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം എന്താ? ഇത്രയും വലിയ പ്രാധാന്യമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിനീൻ ഹൈസു യബ്ലുഗുൽ വുളൂഅ, വുളൂഇന്റെ വെള്ളം
ശരീരത്തിൽ എത്തുന്ന അവയവങ്ങളിലെല്ലാം നാളെ സത്യവിശ്വാസിക്ക് പരലോകത്ത് അല്ലാഹു തആല ആഭരണങ്ങൾ അണിയിക്കും. ആഭരണങ്ങൾ കൊണ്ട് അവനെ പൊതിയുന്ന വെള്ളിയാലും സ്വർണത്താലുമുള്ള ആഭരണങ്ങൾ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അത് എവിടൊക്കെ പൊതിയും? വുളൂഇന്റെ വെള്ളം എത്തുന്നിടത്തൊക്കെ ആഭരണങ്ങൾ എത്തും എന്ന് പറഞ്ഞാൽ ആകെ കൂടി വെള്ളമാക്കണമെന്ന് പറ്റൂല. അത് എവിടെയാണോ ചെയ്യാൻ പറഞ്ഞത് ആ ഭാഗത്ത് മാത്രമേ വുളൂ നനക്കാവൂ, കഴുകാവൂ. കാരണം വുളൂഇന് ചില അവയവങ്ങൾ പഠിപ്പിച്ചു, ആ ഭാഗം നമ്മൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇത്രയും പ്രാധാന്യം ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ കാണുന്നു, പ്രവാചകൻ പറയാണ്, ഇന്ന ഉമ്മത്തിയും യുദ്ഔന യൗമൽ ഖിയാമ ഖുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. പരലോകത്ത് ഒരുപാട് ആളുകളിൽ എൻ്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയും, അവരെ വിളിക്കപ്പെടും, അവര് തിളങ്ങുന്നവരായിരിക്കും, പ്രത്യേകമായ ഒരു തരം പ്രകാശം അവരിൽ ഉണ്ടായിരിക്കും. മിൻ ആസാരിൽ വുളൂ, വുളൂഇന്റെ അടയാളമായി കൊണ്ട്. അതുകൊണ്ട് ആ പിന്നെ തിളക്കമുണ്ടല്ലോ അത് വർദ്ധിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിലും വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ വുളൂ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സത്യവിശ്വാസികൾ കൂടുതൽ വുളൂ ഉള്ളവനായിരിക്കുക. വുളൂ എടുക്കുമ്പോൾ അവയവങ്ങൾ കഴുകേണ്ട പോലെ പൂർണ്ണമായി നമ്മൾ കഴുകിയെടുക്കുക. ഇതൊക്കെ ചെയ്താൽ പരലോകത്ത് അവന്റെ അവയവങ്ങൾ തിളങ്ങുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് നമ്മൾ ആ വുളൂ എടുക്കുമ്പോൾ അവിടെ വീഴ്ച വരാൻ പാടില്ല, അബദ്ധം വരാൻ പാടില്ല. വുളൂവിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. പല ആളുകൾക്കും അബദ്ധം സംഭവിക്കാറുണ്ട്, കാണാറുമുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണം, നിയത്ത് ആവശ്യമാണ്. ആ നിയത്ത് നാവ് കൊണ്ട് പറയാൻ പാടില്ല, അത് മനസ്സിലാണ് വേണ്ടത്. ഞാൻ വുളൂ എടുക്കുന്നു എന്നുള്ള നിയത്ത്. ഇരു കൈകളും 3 തവണ കൈപ്പത്തി വരെ കഴുകണം, വലതും പിന്നെ ഇടതും. വായിൽ വെള്ളമാക്കി കവിൾ കൊള്ളണം, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റണം. ഇതൊക്കെ നിർബന്ധമാണ്. പലപ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന ഏർപ്പാട് തന്നെ പല ആളുകളും വിസ്മരിക്കാറുണ്ട്, മറന്നു പോകാറുണ്ട്. അത് ചെയ്യണം, നിർബന്ധമാണ്. 3 തവണ മുഖം കഴുകണം, 3 തവണ കൈകൾ കഴുകണം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഈ രീതികൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും. പിന്നെ പറയുന്നത് തല തടവണം. തല തടവണം എന്ന് പറഞ്ഞിടത്ത് മുകളിൽ പറഞ്ഞ അവയവങ്ങളെല്ലാം 3 3 3 എന്ന് പറഞ്ഞപ്പോ തല തടവുന്നിടത്തെത്തിയപ്പോ 1 എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ അത് 1 പാടുള്ളൂ. അവിടെയും നമ്മുടെ സഹോദരന്മാർ കണ്ടിട്ടുണ്ടാകും. നമ്മൾ സ്വയം ചെയ്യുന്നു. ആലോചിച്ച് നോക്കി, നിങ്ങൾ വെള്ളത്തിലൊന്നും ഇങ്ങനെ തോണ്ടും, നെറ്റിയിൽ ഇങ്ങനെ ആക്കും. ഇതല്ല തല തടവൽ. അതൊരിക്കലും ഹദീസ് സ്ഥിരപ്പെട്ടതല്ല. പിന്നെ അത് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ തലപ്പാവ് ധരിക്കും. തലപ്പാവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നത്തെ പോലെ ഓരോ മണിക്കൂറിലും 2 4 തവണ ഊരിക്കെട്ടുന്ന തലപ്പാവല്ല. അതവർ ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 2 ദിവസമൊക്കെ ഉണ്ടാകും. അങ്ങനെ തലപ്പാവ് ധരിക്കുന്ന ആളുകൾക്ക് അവന്റെ തലയുടെ മുൻഭാഗത്തുള്ള ആ മുടിഭാഗം വെള്ളം കൊണ്ടാൽ മതി, ബാക്കി തലപ്പാവിലൂടെ കൊണ്ടാലും മതി എന്നൊരു ഫിഖ്ഹിലൊരു മസ്അലുണ്ട്, ഷാഫി ഫിഖ്ഹിലൊക്കെ. അതിലൂടെയാണ് ഇവിടെ നനയാന്നുള്ള നിയമം വന്നത്. അതല്ലാണ്ട് എല്ലാവർക്കുള്ള നിയമം അല്ല അത്. അപ്പൊ വെള്ളത്തിലൊന്ന് തോണ്ടി ഇവിടെ ഇങ്ങനെ തൊട്ടാൽ അത് തല തടവലാവുകയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദഉ ആരംഭിക്കാറുണ്ട് തല തടവൽ. എങ്ങനെ? ബി മുഖദ്ദമത്തി റഅസിഹി, തലന്റെ മുൻഭാഗത്ത് നിന്ന്, എന്നിട്ട് ഇലാ ഖിഫാ, പിരടിയിലേക്ക് കൊണ്ടുപോയി അതേപോലെ ഇങ്ങോട്ടും കൊണ്ടുവരും. അത് ഒരൊറ്റ തവണ ഇങ്ങനെയാ തല തടവേണ്ടത്. നേരത്തെ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ റസൂൽ എന്താ പറഞ്ഞത്? കമാ ഉമിറ, കൽപ്പിക്കപ്പെട്ട പോലെ വുളു എടുത്താൽ. വേറെ ഹദീസിൽ കാണാം, മൻ തവല്ലഅ നഹ്വ വുളുഇ ഹാദാ, ഞാൻ ഈ വുളു എടുത്ത പോലെ ആരെങ്കിലും വുളു എടുത്താൽ, നിങ്ങൾക്ക് തോന്നിയ പോലെയൊന്നല്ല, നാട്ടുകാരെ നിങ്ങൾ കണ്ടതുപോലെയൊന്നും അല്ല, എന്താണോ നാട്ടിൽ ആചാരമായി നടന്നു വരുന്നത് അതുമല്ല. ഹദീസിൽ വന്ന രീതിയുണ്ട്. ഒരു തവണ തല തടവണം, അത് പരിപൂർണമായും പിന്നിലേക്ക് കൊണ്ടുപോയി മുമ്പിലേക്ക് കൊണ്ടുവരണം. നെറ്റിയിൽ 4 തവണ തോണ്ടലല്ല, അത് ഇസ്ലാം പഠിപ്പിച്ച തല തടവൽ അല്ല. പിന്നെ ചെവി തടവാനോ വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഹദീസുകളിൽ വ്യക്തമാണ്, തല തടവാൻ ഉപയോഗിച്ച അതേ വെള്ളം കൊണ്ടാണ് ചെവിയും പ്രവാചകൻ തടവിയിരുന്നത്. തല തടവി കഴിഞ്ഞാൽ ചെവിക്ക് വേറെ വെള്ളം എടുക്കാറുണ്ടായിരുന്നില്ല.
കൈ വെള്ളത്തിൽ മുക്കി തൊട്ട ശേഷം ആ കൈ കൊണ്ട് തല തടവി അതേ കൈ കൊണ്ട് തന്നെ ചെവിയും തടവാറുണ്ടായിരുന്നു. ഒരു തവണയാണ് നിർവഹിക്കേണ്ടത്. അത് 3 ആയി ചെയ്യാൻ സ്വഹീഹായ ഹദീസുകളിൽ തെളിവ് കാണുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പ്രവാചകൻ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ, ഒരാൾ പരിപൂർണമായി വുളു എടുക്കുന്നു, യുസ്ബിഹുൽ വുളുഅ, അതിനവൻ പൂർത്തിയാക്കുകയാണ്, പരിപൂർണമാക്കുകയാണ്. തുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തുടങ്ങുന്ന അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതത്വഹിരീൻ എന്നുള്ള പ്രാർത്ഥന ആരെങ്കിലും നിർവഹിച്ചാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കപ്പെടും. അവന് ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കുവാനും സാധിക്കും. ഈ ഒരു പ്രാധാന്യം വുളൂവിന് ശേഷമുള്ള ദുആക്ക്, പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിവ് നേടുക, പഠിക്കുക, അറിയാൻ ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ നന്മകളും ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ല മനുഷ്യരായി, നല്ല ഇഖ്ലാസുള്ള വിശ്വാസികളായി ജീവിക്കുവാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുത്ബയുടെ ഇടയ്ക്ക് സൂചിപ്പിച്ച പ്രകാരം നമ്മുടെ സഹോദരിയുടെ പാപമോചനത്തിന് വേണ്ടി, അവരുടെ ഖബറിന്റെ വിശാലതയ്ക്ക് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു തആല അവരുടെ ഭാവി ജീവിതത്തിൽ ഖൈറും നന്മയും രക്ഷയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു നിലമ്പൂരിലുള്ള ഒരു പള്ളിയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം. എല്ലാ സഹോദരന്മാരും സഹകരിക്കണം, സഹായിക്കണം എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, പറയുന്നില്ല. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് ഇഖ്ലാസോട് കൂടി നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് മുമ്പ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങൾ അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും നമ്മുടെ അടുക്കൽ നിയാമത്തായി എന്തൊക്കെയുണ്ടോ അതൊക്കെ മരണത്തിന് മുമ്പായി അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനും ഉപയോഗിക്കുവാനുമുള്ള നല്ല മനസ്സും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമുർ-റഹീമിനായ നാഥൻ പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, എല്ലാ സഹോദരന്മാർക്കും, മുസ്ലിം ഇസ്ലാമോടുകൂടി ഈമാനോടുകൂടി മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും അവരുടെ എല്ലാം ഖബറുകളെ വിശാലമാക്കി കൊടുക്കുകയും നമ്മയും അവരെയും നാളെ അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.